കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫീൽഡ് സപ്പോർട്ടാണ്, ലോക്കൽ സപ്പോർട്ടാണ്. കേരളത്തില് തീവ്രവാദ പ്രവർത്തകരുടെ മോഡ്യൂൾസ്, സ്ലീപ്പിംഗ് മോഡ്യൂൾസ് ധാരാളമായിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ആളുകളെ വളരെ രഹസ്യമായി സഹായിക്കാനും അവർക്ക് താവളങ്ങൾ ഒരുക്കി കൊടുക്കാനും അവരെ ഒളിവിൽ താമസിപ്പിക്കാനും അവർക്ക് സാധാരണ ജീവിതം അല്ലലും അലട്ടലും ഇല്ലാതെ നയിക്കാനും വേണ്ട അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്ന സ്ലീപ്പിംഗ് മോഡ്യൂൾസ് കേരളത്തിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോ അതാണ് നമുക്കറിയാമല്ലോ, 2022 സെപ്റ്റംബർ മാസം 22-ാം തീയതി ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്തപ്പോൾ 105ഓളം നേതാക്കന്മാരെ അന്ന് രാത്രി അല്ലെങ്കിൽ അന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ 25 ആള് കേരളത്തിൽ നിന്നായിരുന്നു. ഇവരുടെ ദേശീയ നേതൃത്വം മുഴുവൻ ഏതാണ്ട് കേരളത്തിൽ നിന്നാണ്. അപ്പൊ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത്. അത് കഴിഞ്ഞാൽ കർണാടക. ഈ രണ്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് വ്യാപകമായ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയത്. കർണാടകയിൽ പ്രവീൺ നെട്ടൂരിന്റെ വധമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോ അത് പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ജില്ല അങ്ങനത്തെ പ്രദേശങ്ങളിലാണ്, കേരളവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ്. പിന്നെ നമ്മുടെ കോയമ്പത്തൂരിൽ നടന്ന കാർ ബോംബ് സ്ഫോടനം നടത്തിയ ശ്രമം, അതിന്റെ അന്വേഷണം കേരളത്തിലൂടെ ദക്ഷിണ കന്നഡയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളം വലിയ വളക്കൂറുള്ള മണ്ണല്ലെങ്കിൽ മണ്ണായിരുന്നു. കർണാടകത്തിലെ ദക്ഷിണ കന്നഡ ജില്ല പോലുള്ള പ്രദേശങ്ങളും അത്തരത്തിലുള്ള അനുകൂല സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് വളരെ സുഖമായിട്ട് കേരളത്തിൽ, നമുക്കറിയാം കേരള പോലീസ് ഇതിനെ അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇയാളെ തേടിയിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കേരള പോലീസ് അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ടാവും. NIA അന്വേഷണം ഏറ്റെടുത്താലും കേരള പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ അവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് സാധാരണ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിച്ചത് അത് അത്രയും നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലെങ്കിൽ ഫീൽഡ് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ 2022 സെപ്റ്റംബറോട് കൂടി അതിന് ചെറിയ കോട്ടം തട്ടി തുടങ്ങി. പല ആളുകളും അറസ്റ്റിലായി കൊണ്ടുപോയി, അവരുടെ സംഘടനാ സംവിധാനമൊക്കെ തകരാൻ തുടങ്ങി. പല ഫണ്ടിങ് ഏജൻസികളും മരവിപ്പിക്കപ്പെട്ടു. അങ്ങനെ അത് മുന്നോട്ട് പോയ സമയത്ത് പതുക്കെ ചുരുളഴിയാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ പതുക്കെ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ പറയുന്നത് NIAക്ക് ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ഇവരെ പറഞ്ഞയച്ചത് ആരാണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ സത്യമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് NIAക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. കാരണം എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇയാളെ പറഞ്ഞയച്ച ആൾക്കാർ പലരും തിഹാർ ജയിലിലാണ്. ഇയാളെ പറഞ്ഞയച്ചു എന്ന് നാം വിശ്വസിക്കുന്ന പലരും ഇപ്പോൾ ഒരുപക്ഷെ തിഹാർ ജയിലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി. അപ്പൊ കുറെ കാര്യങ്ങൾ അവർക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ NIAക്ക് അറിയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി ആ രീതിയിലുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ചില പോക്കറ്റുകളിൽ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയതിനു ശേഷം കേരളത്തിൽ തന്നെ ഒളിവിൽ കഴിയാൻ സാധിച്ചത്. നമ്മളൊക്കെ വിചാരിച്ചു ഇയാൾ വിദേശത്ത് പോയിരുന്നു, അയാൾ എവിടെയും പോയിട്ടില്ല.